അമേരിക്കയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റ ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ വിജയകരമെന്നും ട്രംപ് പറഞ്ഞു. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓവർടൈം ജോലികൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും ആദായ നികുതി ഒഴിവാക്കി. അമേരിക്കയിലല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോന്നിലും താരിഫ് നൽകേണ്ടി വരും തുടങ്ങിയ നിർണായക തീരുമാനങ്ങളും ട്രംപ് പ്രഖ്യാപിച്ചു. മയക്കുമരുന്ന് കടത്തുകാരെ IS-ന് തുല്യമായി കണക്കാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ആദ്യം ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലേക്ക്. Poison of critical race theory from our public schools, and I signed an order making it the official policy of the United States government that there are only two genders, male and female. I also signed an executive order to ban men from playing in women's sports. വാർത്തയുടെ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ട്രംപ് അധികാരമേറ്റെടുത്ത് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ വന്ന പരിഷ്കാരത്തെക്കുറിച്ച്, അതുപോലെ ഭരണതലത്തിൽ കൈക്കൊണ്ട നടപടികളെക്കുറിച്ച്, ആ രാജ്യത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ട്രംപ് പറയുന്നത്. ലോകമാകെ ഉറ്റുനോക്കുകയായിരുന്നു ഈ സംയുക്ത അഭിസംബോധനയിൽ. എന്താണ് ട്രംപ് പറയാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലടക്കം ലോകം ഉറ്റുനോക്കുകയായിരുന്നു. സമഗ്രമായി ചുരുക്കി ഇതിൻ്റെ വിവരങ്ങൾ. നിരുപ, തീർച്ചയായും ഏറെ പ്രാധാന്യം നിറഞ്ഞ നിരവധി പ്രഖ്യാപനങ്ങളും നിരവധി അറിയിപ്പുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടത്. നേരത്തെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതുപോലെ നേരത്തെ നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിലെ രണ്ട് ജെൻഡറുകളാണ് ഇനിയുള്ളത്. അത് ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്പോർട്സ് ഇനങ്ങളിൽ പുരുഷന്മാർക്ക് പങ്കെടുക്കുന്നത് വിലക്കിയെന്ന് അല്പസമയം മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരിട്ട് കേട്ടതാണ്. ഇതിനു മുമ്പാണ്, തൊട്ടു മുമ്പ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ ഏറ്റവും നിർണായകമായൊരു കാര്യം എന്ന് പറയുന്നത്, മെക്സിക്കോ ഈ അടുത്ത ദിവസങ്ങളിലായി 29ഓളം മയക്കുമരുന്ന് കടത്തുകാരെ അമേരിക്കയ്ക്ക് കൈമാറിയെന്നാണ്. അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായൊരു സംഭവമാണ്. അത് ഈ താരിഫ് ചുമത്തിയതോട് അടക്കമുള്ള, അതിർത്തി അടച്ചതടക്കമുള്ള കർശനമായ നടപടികളിലേക്ക് നീങ്ങിയതോടെയാണ് ഇത്തരമൊരു നീക്കം മെക്സിക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുകാരെ IS-ന് തുല്യമായി കണക്കാക്കും, അവരെ തീവ്രവാദികളായി കണക്കാക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് കുറെ കൂടി കടുപ്പിച്ചാണ് അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, IS-ന് തുല്യരായി മയക്കുമരുന്ന് കടത്തുകാരെ കണക്കാക്കും. അതായത് അവർ ഭീകരരാണ്, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നവരാണ്, പുതിയ തലമുറയെ ഇല്ലാതാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഭീകരർക്ക് തുല്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കർശനമായി നിയന്ത്രിക്കുമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ, നിർണായകമായ നടപടികളെടുത്തത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അതുപോലെ നമുക്കറിയാവുന്നതാണ്, ഡീപ് ഫേക്കിൻ്റെ ആ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനെ കർശനമായ നിയമം നടപ്പാക്കുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. മാത്രമല്ല, പല കാര്യങ്ങളിലും അദ്ദേഹം കുറേ കൂടി ജനകീയമായ നിലപാടുകളാണ് സ്വീകരിച്ചത് എന്ന്, അല്ലെങ്കിൽ ജനകീയവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഈ ആദ്യ അഭിസംബോധനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക്, അതായത് അമേരിക്കയുടെ മുൻ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായ പല കുറ്റകൃത്യങ്ങളുടെയും ഇരകളായവരെ ഗാലറിയിലെത്തിച്ച്, ആ ഗാലറിയിലെത്തിച്ചവരുടെ പേരെടുത്ത് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. അതുപോലെ ഈ ഡീപ് ഫേക്കിൻ്റെ വിഷയത്തിൽ ഒരു അധ്യാപികയ്ക്ക് നേരിട്ട ദുരന്തഫലങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഡീപ് ഫേക്ക് സംബന്ധിച്ച കർശന നിയമ നടപടികളുടെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചത്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തിക്കില്ല. ബിക്കോസ് എന്തെന്നാൽ താൻ കർഷകരെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയാണ് താൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അവർക്ക് പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് സാധാരണ മനുഷ്യരുടെ, കർഷകരുടെ കൂടി പ്രശ്നങ്ങൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ്. നമുക്കറിയാവുന്നതാണ്, ലോകത്ത് നിർമ്മിക്കുന്ന മൈക്രോ ചിപ്പുകളിൽ ബഹുഭൂരിപക്ഷവും ഉണ്ടാക്കുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൻ നിക്ഷേപങ്ങൾ അമേരിക്കയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വലിയ നിക്ഷേപങ്ങൾ ആപ്പിളും അതുപോലെ തന്നെ വൻകിട കമ്പനികളും ഈ ഒരു മാസത്തിനുള്ളിൽ നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇത്തരത്തിൽ റിട്ടാലിയേറ്ററി താരിഫ് പല കാര്യങ്ങളിലും നമുക്കറിയാവുന്നതാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അതുപോലെ ചൈനയ്ക്കും അധിക നികുതി ചുമത്തിയ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ റിട്ടാലിയേറ്ററി താരിഫ് ചുമത്തുന്നതിനുള്ള നീക്കം ഏതെങ്കിലും രാജ്യങ്ങൾ നടത്തുകയാണെങ്കിൽ കൂടുതൽ നികുതി അവർക്ക് മേൽ ചുമത്തുമെന്ന കർശനമായ നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം അധികാരത്തിലേറ്റ ദിവസം തന്നെ മെക്സിക്കൻ അതിർത്തി അടച്ചതും അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം കോൺഗ്രസിനെ അറിയിക്കുകയും അതെല്ലാം ചെയ്തത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്
കോൺഗ്രസിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മറ്റ് ജനകീയമായ പല നടപടികളും, വാർത്തകളിൽ ഏറെ ഇടം പിടിച്ചിട്ടില്ലാത്ത ജനകീയമായ പല നടപടികളും അദ്ദേഹം കോൺഗ്രസിലെ പ്രസംഗത്തിനിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഓവർ ടൈം ജോലികൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും എല്ലാം തന്നെ ചിലവഴിക്കുന്നതും അല്ലെങ്കിൽ അതുവഴി ലഭ്യമാകുന്നതുമായ തുകയ്ക്കൊന്നും നികുതി ഉണ്ടാകില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ആഭ്യന്തര ഉൽപ്പാദനത്തിന് നികുതി ഉണ്ടാകില്ല. ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അങ്ങനെ വർദ്ധിച്ച ഉൽപ്പാദനത്തിന് വേണ്ടി ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ നികുതി ഇനി വർദ്ധിപ്പിക്കുന്ന വിഷയമേ ഇല്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അമേരിക്ക ഈ മയക്കുമരുന്ന് കടത്തുകാരെ IS-ന് തുല്യമായി കണക്കാക്കും എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടം ഒരുപക്ഷെ അമേരിക്കയിൽ തുടങ്ങുന്നത് ഇതാദ്യമായിരിക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരെ ഒരു ആഗോള യുദ്ധം പ്രഖ്യാപിക്കാൻ തന്നെ ട്രംപ് ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മയക്കുമരുന്നുകൾക്കെതിരെ ആഗോള യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് തന്നെ അദ്ദേഹം തൻ്റെ പ്രചരണവേളയിൽ തന്നെ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലെത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അവരെ ഭീകരരായി പ്രഖ്യാപിക്കും, ഡ്രഗ് കാർട്ടലുകളെ ഭീകരരായി പ്രഖ്യാപിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഇന്ന് അവർ IS-ന് തുല്യരായി പ്രഖ്യാപിക്കും, അവർ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടിയും വരുമെന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അത്തരത്തിൽ ലോകം മുഴുവൻ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ഊർജ്ജം നൽകുന്ന ഒരു നീക്കം തന്നെയാണ് തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ എത്തിപ്പെടുന്ന മരുന്നുകളായി എത്തിപ്പെടുന്ന പല ഉൽപ്പന്നങ്ങളും, അത് മെക്സിക്കോയിൽ നിന്നും കാനഡ വഴിയും എല്ലാം തന്നെ അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന മരുന്നുകളും എല്ലാം തന്നെ വലിയ രീതിയിൽ അവിടെ യുവതയെ ബാധിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ നീക്കത്തെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ലോകം നേരിടുന്ന, അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടങ്ങളും നമുക്കിപ്പോൾ കേരളത്തിൽ പോലും വിഷയങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ അത്തരത്തിൽ അതീവ ഗുരുതരമായ ആഘാതങ്ങൾ ഈ മയക്കുമരുന്ന് ലോകത്തിനുണ്ടാക്കുന്നുണ്ട്. ആ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനെ ലോകത്തെ ഏറ്റവും ശക്തമായൊരു രാജ്യം ശക്തമായ നിയമ നടപടികളുമായും അല്ലെങ്കിൽ അനുബന്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ലോകം മുഴുവനും നിലനിൽക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ ആ ഒരു ഭീകരതയെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് തീർച്ചയായും കണക്കാക്കാൻ സാധിക്കുന്നതാണ്. നീലിമ. മയക്കുമരുന്ന് കടത്തുകാരെ IS-ന് തുല്യമായി കണക്കാക്കുമെന്ന് ട്രംപ് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ഈ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുടിയേറ്റ നിരക്ക് ഏറ്റവും കുറഞ്ഞ കാലത്തിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും ട്രംപ് പറയുകയുണ്ടായി. സമഗ്ര വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് പങ്കുവച്ചത്.